ഗുരുത്വമുള്ള ദിവസത്തിലാണ് നാം ഇവിടെ ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ കൊടുവായൂർ സുബ്രഹ്മണ്യ സ്വാമിയുടെ നിയോഗമായിരിക്കാം. ഇവിടെ സപ്താഹം തുടങ്ങേണ്ടത് മെയ് 11 പക്ഷെ മെയ് 11 എനിക്ക് അബുദാബിയിൽ ആദിശങ്കരാചാര്യ സ്വാമികളുടെ ജന്മദിന സമ്മേളനത്തിൽ ഇന്നലെ രാത്രി അവിടെ പങ്കെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ എത്താൻ പറ്റുള്ളൂ. എന്നാല് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നേരെ എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരിക. പ്രസംഗാടകർ പറഞ്ഞു നമുക്ക് 12 തുടങ്ങാം. അത് പക്ഷേ ഗുരുനിയോഗമായിരിക്കാം, ആദിശങ്കരാചാര്യ സ്വാമികളുടെ അനുഗ്രഹമായിരിക്കാം. എല്ലാവരും നന്ദി പറഞ്ഞിരുന്ന് നമുക്ക് ഓങ്കാരമാത്രം ചൊല്ലിക്കൊണ്ട് നമ്മുടെ മനസ്സും അന്തരീക്ഷവും മാറ്റിക്കൊണ്ട് നമ്മളൊരു പുതുപ്പിറവിയിലേക്ക് അല്ലെങ്കിൽ പരിവർത്തനത്തിലേക്ക് മാറുകയാണ്. ഒരു 7 ദിവസം നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഓങ്കാരത്തിലേക്ക് കടക്കാം. മരണത്തിൻ്റെ മുന്നിൽ പോലും തളരാത്ത ഒരു ധൈര്യം, എവിടെ നിന്നോ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മബലം, പ്രതിസന്ധികളെ നേരിടാൻ ധൈര്യം തരുന്ന ഒരു കരുത്ത്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കരുത്ത്, ഉൾക്കരുത്ത്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് പോലും വഴി നയിക്കാൻ സാധിക്കുന്ന, നേരത്തെ പറഞ്ഞ സംസ്കാരത്തെക്കുറിച്ചും അമ്മമാർക്കും കുട്ടികൾക്കും ഉണ്ടാവേണ്ടുന്ന ദിശാബോധത്തെക്കുറിച്ചൊക്കെ അങ്ങനെ നമ്മൾ വഴി കാണിക്കുന്ന ഒരു വ്യക്തമായ വഴി, ദിശാബോധം. 3, നാളത്തെ ലോകത്തെ സൃഷ്ടിക്കുന്ന ശില്പികളായി നാം മാറുകയാണ്. ഒരു 8 കാലി എപ്രകാരമാണോ സുന്ദരമായ ഒരു വല സൃഷ്ടിക്കുന്നത്, അതുപോലെ സുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ വലിയൊരു ഉത്തരവാദിത്വം, അതിന് കഴിവുള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ്. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ, ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇത് നമ്മുടെ അവസ്ഥ. നമ്മൾ ഒന്നായി നിന്നാൽ, ഒന്നായി മുന്നേറിയാൽ, ഒന്നായി പ്രവർത്തിച്ചാൽ ഒരു പരിവർത്തനം ലോകത്തിലുണ്ടാവും. ഈ ഒരു പരിവർത്തനം ലോകത്തിലുണ്ടായാൽ ലോകം നാളെ ഭാരതമാണ്. ഇന്ത്യ എന്ന ഒരു ചെറിയ ചുറ്റുപാടിൽ നിൽക്കുന്ന ഭാരതമല്ല, ലോകം മുഴുവൻ ഭാരതമായി തീർക്കുന്ന ഒരു വലിയ വിഷൻ, അതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഭാഗവതത്തിൽ 9-ാം സ്കന്ധത്തിൽ അംബരീഷന്റെ ചരിതം പറയുമ്പോൾ അംബരീഷോ മഹാഭാഗ സപ്തദ്വീപപതി എന്നൊരു ശ്ലോകം. 7 ദ്വീപുകളുടെ അധിപനായിരുന്ന അംബരീഷൻ. 7 ദ്വീപെന്ന് ഇന്ന് നമ്മൾ പറയുമ്പോൾ ഈ അർത്ഥം, നാം ഇരിക്കുന്ന ഈ ഭൂമി 7 കോണ്ടിനെന്റ്, 7 ദ്വീപുകളാൽ സമ്പന്നമാണ്. അപ്പം അങ്ങനെയുള്ള 7 ദ്വീപുകളെയും ഭരിച്ച ഒരു ചക്രവർത്തി ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തെ നയിക്കുന്ന ഭാരതം, ലോകത്തെ ഭാരതമാക്കി തീർക്കുക, അതാണ് നമ്മുടെ ഭാഗവതത്തിന്റെ ലക്ഷ്യം. ലോകത്തെ തന്നെ ഭാരതമാണ് വസുദൈവ കുടുംബം. അങ്ങനെയുള്ളൊരു ഭാരതത്തിലാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ കരുത്ത് നമ്മൾ ഉള്ളിൽ നിന്ന് കൊണ്ടുവരണം, കഴിവുകളും കരുത്തും പുറത്തേക്ക് കൊണ്ടുവരണം. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുള്ള സകല സാധ്യതകളും, നമ്മുടെ ഉള്ളിലുള്ള എന്തെല്ലാം നമുക്ക് ഉള്ളിലുണ്ടോ അതൊക്കെ പുറത്ത് കൊണ്ടുവരണം. അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വഴി കാണിക്കണം, നമ്മളെ ഒന്ന് തൊട്ടുണർത്തണം. ഒരു കല്ലിൽ നിന്നും മനോഹരമായി ശില്പം വാർത്തെടുക്കുന്ന ശില്പിയുടെ ജോലിയാണ് ഞങ്ങൾക്ക്. നിങ്ങളിൽ നിന്നും ലോക സൃഷ്ടാവിനെ സൃഷ്ടിക്കുക, ലോകത്തെ സുന്ദരമാക്കുന്ന ആളുകളെ വാർത്തെടുക്കുക. അപ്പം ഞങ്ങൾ അങ്ങനെയുള്ളൊരു ശില്പികളാണ്. 7 ദിവസം കൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരു കരുത്തുള്ള, കഴിവുള്ള, മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കുന്ന ഒരു സുന്ദര ലോകത്തെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക, അതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ഞാൻ എന്നെ സംബന്ധിച്ച് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് കേവലം
നേരത്തെ ഏറെ ആദരണീയനും സ്നേഹനിധിയുമായ ശ്രീ ബാലൻ പുതേജി ഉൾക്കണ്ടുകൊണ്ട് കുറേ അറിവിനെ അനുഭവിച്ചറിഞ്ഞ പുത്തറിഞ്ഞ മഹത് വ്യക്തിത്വം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ഭാഗവതത്തെ കാണുന്നത് കേവലം ഒരു കഥാപുസ്തകമായിട്ടല്ല. നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന തക്ഷകൻ പണ്ട് കാലത്ത് 5000 വർഷം മുമ്പ് നേരത്തെ മനോഹരമായിട്ട് നമ്മുടെ ജമുനാജി പറഞ്ഞു പുരാണത്തിൽ മഹാഭാരതത്തിൽ നിന്നും ഈ ഭാഗവതം എങ്ങനെയാണ് രൂപപ്പെട്ടത്, പരീക്ഷത്തിന്റെ കഥയല്ല. ഇന്ന് നമ്മുടെ മുന്നിലുള്ള തക്ഷകൻ എന്ന് പറയുന്നത്, പരീക്ഷത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്ന തക്ഷകനെ പോലെ നമ്മുടെ മുന്നിലുള്ള തക്ഷകൻ എന്ന് പറയുന്നത് അത് പുറത്തേക്കൊന്നും നോക്കണ്ട, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളിലുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു തക്ഷകനാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പലതും കാണുന്നുണ്ടല്ലോ. തക്ഷകൻ പല രൂപത്തിലാണ്. സമൂഹത്തിൽ തക്ഷകനുണ്ട്, രാഷ്ട്രീയത്തിൽ രക്ഷകനുണ്ട്, മതപരമായ കാര്യങ്ങൾ തക്ഷകനുണ്ട്. നേരത്തെ ഭാർഗവജി പറഞ്ഞു സംസ്കാരത്തിൽ അതിനെ തകർക്കുന്ന തക്ഷകന്മാരുണ്ട്. ഇങ്ങനെ പല തക്ഷകന്മാരുടെയും ഇടയിൽ ജീവിക്കുന്ന നമ്മൾ അതൊന്നും ഏൽക്കാത്തവരായി, ഒട്ടും പുറകോട്ട് പോവാത്തവരായി, കരുത്തുള്ളവരായി, ശക്തിയുള്ളവരായി തീരണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടയോ? അതിന് നമുക്ക് എങ്ങനെ സാധിക്കും? ഒരു കെട്ടിടം കെട്ടുമ്പോൾ നമുക്കറിയാം, ഒരു ഫൗണ്ടേഷന്റെ കെട്ടിടത്തിൽ അടിത്തറ കെട്ടുക. ആ തറ ശരിയല്ലെങ്കിൽ, അതിന് ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ എന്ത് കെട്ടിടമാണ് കെട്ടുന്നത്? നിങ്ങൾ കുറെ കഴിഞ്ഞാൽ കെട്ടിടം തകർക്കും. അപ്പൊ ആ ഫൗണ്ടേഷനാണ് ഭാരത ഋഷിവര്യന്മാർ നമുക്ക് തന്നിരിക്കുന്ന സംസ്കൃതിയുടെ ഫൗണ്ടേഷനാണ് ആത്മീയത. അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഫൗണ്ടേഷൻ പുറത്തല്ല, ഈ ഫൗണ്ടേഷൻ നമ്മുടെ ഉള്ളിലാണ്. ആചാര്യന്മാര് പറയുന്ന പോലെ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി സ്ഫുരിക്കും നാദഹരി നാരായണായ. നമ്മുടെ ഉള്ളിലുണ്ടത്. പക്ഷെ ആ ഉള്ളിലുള്ള അടിത്തറ ഇന്ന്, ആ വെളിച്ചം ഇന്ന് മങ്ങലേറ്റ് പലതരം ചിന്തകളാൽ, പ്രശ്നങ്ങളാൽ, ദൗർബല്യങ്ങളാൽ, പ്രയാസങ്ങളാൽ, അത് പല കാരണങ്ങളാൽ ദുർബലമായിരിക്കുക. പലരും നമ്മളെങ്ങനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പലരും നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഡോക്ടർ വിചാരിച്ചാൽ നിങ്ങൾ തളർത്താൻ പറ്റും. വലിയൊരു രോഗത്തിന്റെ പേര് പറഞ്ഞാൽ ഫ്ലാറ്റായി കിടക്കുന്നതാണ്. ഒരു ചെറിയ ഒരു അസുഖമായിരിക്കും, പക്ഷെ ഡോക്ടർ പറയുന്ന പേര് കേട്ടാൽ തന്നെ എൻ്റെ ദൈവമേ ചത്തുപോയി, അത് കേൾക്കുമ്പോഴേ ചത്തതിന് തുല്യായി. അതുപോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെ പെട്ടെന്ന് തളർത്തുന്നു. ഇപ്പോഴേതാ SSLCയുടെ റിസൾട്ട് വന്നു, ഇനിയിപ്പോൾ +2ന്റെ റിസൾട്ട് വരും, നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരും, JEE എക്സാം വരും, റിസൾട്ട് വരും. പലരും കേൾക്കുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം തന്നെ കാണുന്നുണ്ടല്ലോ അഡ്മിഷൻ കിട്ടാനുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെ പലതും. കല്യാണം നടക്കുന്നില്ല, ഉള്ള കല്യാണത്തിൽ തന്നെ സ്വഭാവ പ്രശ്നങ്ങൾ. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ എന്താ വഴി? എല്ലാവരും പ്രോബ്ലംസ് പറയുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ എന്താ വഴി? പരിഹാരമില്ലേ? ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? ആ സൊല്യൂഷനാണ് ഇതിന്റെ ഫൗണ്ടേഷൻ, അടിത്തറ കരുത്തുള്ളതാക്കുക. നമുക്ക് 2 ജീവിതമുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ജീവിതം, പത്രക്കാരും മീഡിയകളും അതുപോലെ സോഷ്യൽ മീഡിയകളും ഒക്കെ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളുടെ ഒരു ജീവിതം. വേറൊന്ന് നമുക്ക് പരിഹാരത്തിൻ്റെ ഒരു ജീവിതമുണ്ട്, എല്ലാറ്റിനും കടന്നു പോവാൻ വഴി കാണിക്കുന്ന ഒരു ജീവിതം. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ ഒരു ചെറിയ അരുവി ഒഴുകുന്നത് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളാരെങ്കിലും ഹിമാലയങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ അറിയില്ല. അവിടെ ഗംഗോത്രി ആയാലും യമുനോത്രി ആയാലും ഒഴുകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഭാവന ചെയ്യുക. നിങ്ങൾ TV ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ചെറിയ ചെറിയ അരുവികൾ ഒഴുകുന്നത്. ഒഴുകുന്ന അരുവിയുടെ ഒഴുക്കിനെ തടയുന്ന കല്ലുകൾ മനസ്സിലാക്കുക. അപ്പൊ കല്ലുകൾ അതിൻ്റെ ഒഴുക്കിനെ തടയുന്നു. കണ്ടിട്ടുണ്ടല്ലോ. അതാണ് ഒരു ജീവിതം. പലതര തടസ്സങ്ങളുള്ള, നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പലതര തടസ്സങ്ങളുള്ള ഒരു ജീവിതം. ഒരു ഭാഗത്ത് നമുക്ക് ആ തടസ്സങ്ങൾ, ആ കല്ലുകളിൽ നമുക്ക് കാണാം.
എന്നാൽ വേറൊരു ഭാഗത്ത് ആ തടസ്സങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോഴും ഒരിക്കലും അവിടെ കെട്ടിക്കിടക്കാതെ മുന്നോട്ട് മുന്നോട്ട് വഴിയുണ്ടാക്കി ഒഴുകുന്ന ഒരു അരുവിയെ നമുക്ക് കാണാം. ഇതിൽ ഏതാവണം? കെട്ടിക്കിടക്കുന്ന അങ്ങനെയുള്ളൊരു നദിയാവണോ, മുന്നോട്ട് കുതിക്കുന്ന നദിയാവണോ? തീരുമാനിക്കുന്നത് ഏതാവണം? നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകേണ്ടവരാണ്. എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഈ കല്ലുകളെ നമ്മൾ കാണേണ്ടത് ഞാൻ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങൾ, അതാണ് ദക്ഷണം. അത് രോഗങ്ങളാവാം, പ്രശ്നങ്ങളാവാം, പ്രയാസങ്ങളാവാം, ബുദ്ധിമുട്ടുകളാവാം. അവിടെ കരുത്തുള്ളവരായിത്തീരുക, കടന്ന് ശക്തിയുള്ളവരായിത്തീരുക. അങ്ങനെ നമ്മൾ ഒന്ന് വളർന്നാണ്ടല്ലോ നാളെ ലോകം ഹിന്ദു മതത്തിലേക്ക് വരും. നാളെ ലോകം ഹിന്ദുക്കളായി മാറും. കാരണം ഇത് ആർക്കും മറ്റുള്ളവർക്കൊന്നും അറിയില്ല. എല്ലാ മതങ്ങളുടെ ഉള്ളിലും സ്പർദ്ധകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. നിങ്ങളിന്ന് കാണുന്ന പല മതങ്ങളുടെയും അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാനുള്ളത് തമ്മിൽ തല്ലിച്ചാകുന്നവരാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിസ്ത്യൻ സമൂഹത്തെ ഒരു സഭയ്ക്ക് വേറെ സഭയെ കണ്ടുപോകാൻ. ഞാനൊരു മതത്തെയും മോശമായിട്ട് പറയുകയല്ല. കാരണം തമ്മിൽ എന്തുകൊണ്ട് അവർക്ക് യോജിക്കാൻ പറ്റുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്ന രീതി മാത്രമാണ് ശരി. നാം അങ്ങനെ ചിന്തിക്കുന്ന വിഭാഗമല്ല. നമ്മളെന്ന് പറയുന്നത്, നമ്മൾ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ആചരിച്ചാലും നമുക്ക് വിരോധമില്ല. വൈവിധ്യത, നേരത്തെ പറഞ്ഞില്ലേ, വൈവിധ്യത. ഏകം സത്വിപ്രാ ബഹുധാ വദന്തി. മുന്നോട്ട് പോവുക, എല്ലാവരും നന്മ, നല്ലത്, നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുക. നിങ്ങൾ മുസ്ലിമായിക്കോ, ക്രിസ്ത്യാനിയായിക്കോ, ഏതേത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, നമുക്കതൊന്നൊരു വിഷയമല്ല. നിങ്ങൾ നല്ലത് ചെയ്യുന്നവരാണോ, നല്ലത് ചിന്തിക്കുന്നവരാണോ, നയിക്കുന്നവരാണോ, കരുത്തുള്ളവരാണോ, നിങ്ങൾ ആദരണീയരാണ്. ആണോ അല്ലയോ? ഇന്ന് ആദിശങ്കരാചാര്യ സ്വാമികളെ നമ്മൾ ആദരിക്കുന്നതിന് കാരണം അദ്ദേഹം ഒരു ബ്രാഹ്മണനായി ജീവിച്ചുകൊണ്ടല്ല, അദ്ദേഹം ലോകത്ത് നയിച്ചതുകൊണ്ടാണ്. നാരായണ ഗുരുദേവനെ ആദരിക്കുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ കുലം നോക്കിക്കൊണ്ട് ലോകത്ത് നയിച്ചതുകൊണ്ടാണ്. ഭാരതത്തിൽ ജാതി നോക്കിക്കൊണ്ടല്ല ആളുകളെ ആദരിച്ചത്. അങ്ങനെയാണെങ്കിൽ വാൽമീകി മഹർഷി ആരായിരുന്നു? വേദവ്യാസ മഹർഷി ആരായിരുന്നു? നമ്മൾ ആരാധിക്കുന്ന കൃഷ്ണൻ ആരാണ്? ഏതു കുലത്തിൽ ജനിച്ചാണ്? ശ്രീരാമസ്വാമി ഏതു കുലത്തിൽ ജനിച്ചാണ്? സുബ്രഹ്മണ്യ സ്വാമിയുടെ കുലം നമുക്ക് വല്ലതും അറിയും? അപ്പൊ നമ്മൾ ആരുടെയും കുലം നോക്കിക്കൊണ്ടല്ല ഒരാളെ ആദരിച്ചത്. നമ്മൾ ആദരിച്ചവര് ഉൾക്കരുത്തുള്ള, സമൂഹത്തെ നയിക്കാൻ സാധിക്കുന്ന, നല്ലത് സൃഷ്ടിക്കാൻ സാധിക്കുന്നവരായി മാറപ്പോഴാണ്. അപ്പൊ നമ്മളിലൊക്കെ ഉണ്ട് ആ വൈഭവം. നിങ്ങളിൽ എല്ലാവരിലും ആ വൈഭവമുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് നമുക്കങ്ങനെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു കൂട്ടായ പ്രവർത്തനം, ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനം, അതിന് നമ്മൾ തയ്യാറാക്കാനാണ് നമുക്ക് ക്ഷേത്രങ്ങൾ തന്നിരിക്കുന്നത്, സപ്താഹങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളെ കൊണ്ട് എന്തിനാണ് നിങ്ങൾ സപ്താഹത്തിന് വരുന്നത്? ഈ 3 വാക്കുകൾ ഓർക്കുക. കരുത്തുള്ളവരാവുക, നയിക്കുന്നവരാവുക, നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കുന്നവരായി തീരുക. അതിനാണ് ഞാൻ സപ്താഹം കേൾക്കാൻ വരുന്നത്. അതിനുള്ള കരുത്തും കഴിവും ശക്തിയും ഊർജവും അറിവും നമ്മുടെ ഉള്ളിൽ നിന്ന് കടഞ്ഞ് പുറത്തെടുക്കണം. നമുക്ക് തൈര് കടഞ്ഞ് വെള്ളം എടുക്കുന്നവരെ കടഞ്ഞെടുക്കണം. അതിന് ചില പ്രക്രിയകളുണ്ട്. ഒരു ഈസി പ്രോസസ്സല്ല. ഒരു 7 ദിവസം കൊണ്ട് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു വലിയ മാറ്റം. ഈ കൊടുവായൂരിൽ നിന്നും ഒരു വലിയ കൊടും കാറ്റായിട്ട് ഇത് മാറും. മലപ്പുറം ജില്ലയിൽ നിന്നും അടുത്ത ജില്ലകളിലേക്ക് വ്യാപിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, ഭാഗവതത്തിൻ്റെ ശക്തി അതാണ്. ചെറിയൊരു മഴ അങ്ങോട്ട് തുടങ്ങിയതാണ് വിദേശത്ത്. അത് തുടങ്ങി വെച്ചിരിക്കുന്നത് ദുബായിയുടെ ഒരു ഭാഗത്താണ്. പിന്നീട് അത് അബുദാബിയിലേക്ക് പോയി, പിന്നെ അത് ഷാർജയിലേക്ക് പോയി, പിന്നെ അത് സൗദി അറേബ്യയിലേക്ക് പോയി. പടർന്ന് നിങ്ങൾ നോക്കൂ, എല്ലാ സ്ഥലവും ആകെ ബുദ്ധിമുട്ടിലാക്കി. പത്രത്തിലൊക്കെ വായിച്ചില്ലേ നിങ്ങൾ? ഇപ്പം ചെറിയൊരു ഭാഗത്ത് നിന്ന് തുടങ്ങിയ കാറ്റും മഴയും പടർന്നു പിടിച്ചു ഒരു നാടിനെ മുഴുവൻ, അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിനെ മുഴുവൻ വ്യാപിച്ചു പോലെ ഇതൊരു കൊടുങ്കാറ്റായിട്ട് മാറും. അറിവിൻ്റെ കൊടുങ്കാറ്റ്, ഉൾക്കരുത്തിൻ്റെ കൊടുങ്കാറ്റ്, ധൈര്യത്തിൻ്റെ കൊടുങ്കാറ്റ്. ഇത് വൈശ്വ നമുക്ക് മാറ്റണം.
ഈ സമൂഹത്തെ അങ്ങോട്ട് മാറ്റിമറച്ചുകൊണ്ട്, നേരത്തെ പറയലേ നമ്മുടെ സാംസ്കാരികമായി പലരും തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ വഴിതെറ്റിക്കുന്നു. ആഹാരത്തിൻ്റെ രീതി, വസ്ത്രരീതികൾ, പല രീതികളും നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല ഏതാണെന്ന്. ആരൊക്കെ ഇതുപോലെ മുടി വെട്ടും, ഇവരതുപോലെ പോയി മുടി വെട്ടും. പണ്ടൊക്കെ കാലത്ത് ഈ കുടുംബം വെച്ചിരുന്നത്, ഇപ്പോഴത് തേങ്ങ എന്താണ് ഇളനീര് ചെത്തിയതുപോലെ ഇരിക്കുന്നത്. ആരുടെയൊക്കെ ഒരു രീതികൾ അങ്ങനെ വിൽക്കുകയാണ്. ഞാനതിനെ പരിഹസിക്കില്ല, അതൊക്കെ ഉണ്ടായിരിക്കട്ടെ. എല്ലാം ഫാഷനും അതുപോലെ തന്നെ ഈ ഫിലിം സ്റ്റാറുകളെയൊക്കെ അവരെ അനുകരിക്കുന്ന ഫാൻസുകളൊക്കെ ഇരിക്കട്ടെ, അത് ഇന്നത്തെ ഒരു സമൂഹത്തിന്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ അവനവന് സ്വന്തം കാലിലൊരു ഇരിപ്പ് വേണം, ഒരു ഉറപ്പ് വേണം, ഒരു ധൈര്യം വേണം. നാളെ ഒറ്റപ്പെടുമ്പോഴും താൻ ഒറ്റപ്പെടാതിരിക്കാൻ ആ ഒരു ധൈര്യമുള്ളവരായി മാറണം. അതിന് നമുക്ക് ഒരു 7 ദിവസം ഒരു പ്രക്രിയ, ഒരു പ്യൂപ്പയിൽ നിന്നൊരു ബട്ടർഫ്ലൈ രൂപപ്പെടുന്ന പോലെ നമ്മളൊരു രൂപാന്തരണത്തിന് ഒരു തയ്യാറാവുകയാണ്. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോ? നമ്മളെല്ലാവരും ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ ലക്ഷ്യം ഇതാണ്: കരുത്തുള്ളവരായി തീരുക, നയിക്കുന്നവരായി തീരുക, നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കുന്നവരായി. അതാണ് നമ്മുടെ ഈ ഭാഗവതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നിവർന്നിരിക്കുക. ഞാനത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയതെങ്കിലും ഞാനൊരു ഇൻട്രൊഡക്ഷൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയെന്ന് മാത്രം. എല്ലാവരും നിവർന്നിരിക്കുക. ദീർഘ ഓംകാരം ചൊല്ലുക. ഇതൊരു പ്രതിജ്ഞയുടെ ഓംകാരമാണ്. എന്താണ് ഈ പ്രതിജ്ഞ? ഒരു 7 ദിവസം കൊണ്ട് എന്നിലൊരു പരിവർത്തനം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്, ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഞാൻ ആ പ്രശ്നങ്ങളിലേക്കല്ല ശ്രദ്ധ വയ്ക്കുന്നത്. അതിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തും, ഞാനതിനെ നേരിടും, ഞാനതിനെ മറികടക്കും. അങ്ങനെ മരണം വരെ ഒരേ ഊർജം നിലനിർത്തി, ഒരേ ശക്തി നിലനിർത്തി, തളരാതെ പതറാതെ, ആരെയും തളർത്താതെ ഞാൻ കടന്നു പോകും. വേണം വേണമേ? പറയൂ നിങ്ങൾ. വേണ്ടതാണോ വേണ്ടാത്തതാണോ? വേണ്ടതാണെങ്കിൽ നമുക്ക് ആ പ്രതിജ്ഞ എടുക്കാം. ആ ഒരു പ്രതിജ്ഞയാണ് ഓംകാരമന്ത്രത്തിലൂടെ നമ്മൾ ആരംഭിക്കുന്നത്. എല്ലാവരും നിവർന്നിരിക്കുക, നട്ടെല്ലൊക്കെ നിവർന്ന്. ഞാൻ ആദ്യം ചൊല്ലും, എന്നിട്ട് നിങ്ങൾ ചൊല്ലുക. നിങ്ങൾ നോക്കുക എത്രത്തോളം നീട്ടി ചൊല്ലണം ഓംകാരം, അതിൻ്റെ ശക്തി എന്താണ്. കണ്ണടച്ച് നിവർന്നിരുന്ന് ഞാൻ ചൊല്ലുമ്പോൾ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക. എല്ലാവരും ഉറക്കച്ചടണേ. ആ ഉള്ളിലുള്ള ശക്തിയെല്ലാം അങ്ങോട്ട് ഉണരട്ടെ. ആരും മറ്റുള്ളവരെ കേൾക്കുമോ, കേട്ടാൽ എന്താ, ഒന്നും ചിന്തിക്കണം. ഉറക്കച്ചൊല്ല, എല്ലാവരും ഉറക്കച്ചൊല്ലണം. ഉള്ളിലുള്ള ശക്തി ഒരുമിച്ച്. ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഒരുമിച്ചെല്ലാം ഓ ഏറ്റുചൊല്ലണം എല്ലാവരും. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര
ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത് പാദം ശങ്കരം ലോകശങ്കരം. ആദിശങ്കരാചാര്യസ്വാമിയുടെ മനസ്സിൽ വിചാരിച്ച് ആ പാദങ്ങളിൽ നമിക്കാം. ഒരു ഗുരുത്വം നമുക്കെന്നും ഉണ്ടാകട്ടെ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട്, ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ ത്വമേവ സർവം മമ ദേവദേവ. സുബ്രഹ്മണ്യ സ്വാമിയുടെ പാദങ്ങൾ നമിച്ചുകൊണ്ട് എല്ലാവരും കയ്യൊന്ന് തിരുമ്മിക്കണ്ണ. ഇന്ന് നമുക്ക് വേദിയെ ധന്യമാക്കിയ മഹത് പ്രതിഭകൾ, അവരെ നമിക്കുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ നാടിൻ്റെ സുഹൃതികളായ അനുഗ്രഹീതരായ സർവോപരി ആത്മബന്ധുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കോഴിക്കോട് പ്രണാമം. ഭാഗവത സപ്താഹം 12 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പവിത്ര ഭൂമിയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ സന്നിധിയിൽ നടക്കാൻ പോകുന്നത് എന്ന് സംഘാടകർ പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്നു എന്നതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലമുറകളിലേക്ക് ഭാഗവതത്തിൻ്റെ സാര സമ്പത്തിനെ നമുക്ക് എത്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നവർ ഒരാഴ്ചത്തെ തപസ്സിലാണ്. അപ്പം നമ്മൾ ഭാഗവതത്തിന് എപ്പോഴെങ്കിലും വന്നിരിക്കില്ല. ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് തക്ഷകൻ എപ്പോഴും കൂടെയുണ്ട്. അത് ആരോഗ്യ പ്രശ്നങ്ങളാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം, കുടുംബപരമായ പ്രശ്നങ്ങളാവാം, പലതുമാവാം. അല്ലെങ്കിൽ സമൂഹം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാവാം, പ്രകൃതി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാവാം. തക്ഷകൻ എപ്പോഴും കൂടെയുണ്ട്. അതിനെ നേരിടുന്ന പരീക്ഷിത്താണ് ഞാൻ. അപ്പം ഞാനും പരീക്ഷിത്തും ചരിത്രത്തിൻ്റെ ഭാഗമല്ല. വി ആർ നോട്ട് എ പാർട്ട് ഓഫ് ദി മിത്ത്. ഇതിപ്പോൾ മിത്ത് എന്നൊരു വാക്ക് വളരെ തെറ്റായി യൂസ് ചെയ്യുന്നൊരു കാലമാണ്. മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാഷ്ട്രീയക്കാർക്ക് നമ്മളെ പരിഹസിക്കാനുള്ളൊരു വാക്കാണ്. മിത്ത് എന്നൊരു വാക്ക് അങ്ങനെയൊന്നുമില്ല, സത്യത്തിലില്ല. ഒരു മിത്താവുന്നത് അതെന്നും കഥയുടെ രൂപത്തിൽ നിൽക്കുമ്പോഴാണ്. നമുക്ക് കഥകളൊക്കെ പ്രതീകാത്മകങ്ങളാണ്. അത് മിത്തല്ല, അത് സിംബോളിസം, സിംബോളിഫിക്കേഷൻ. നമ്മൾ പ്രതീകാത്മകമാണ്. ഇപ്പൊ നമുക്ക് വിളക്ക്, ഇതൊരു മിത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മിത്തല്ല, ഇതൊരു പ്രതീകമാണ്. അറിവാകുന്ന വെളിച്ചത്തെ തിരികളിൽ നിന്നും തിരികളിലേക്ക് പകർത്തുക. അവിടെ പ്രകാശം എന്ന് പറയുന്നത്
എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന കേവലം ഭൗതിക പ്രകാശമല്ല. നമ്മളെ സംബന്ധിച്ച പ്രകാശം അറിവിൻ്റെ പ്രകാശമാണ്. നമ്മളെ സംബന്ധിച്ച പ്രകാശം ബോധപ്രകാശമാണ്, ആത്മപ്രകാശമാണ്. ആ ഉള്ളിലുള്ള പ്രകാശത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് ഞാനിതാ മറ്റുള്ളവരിലേക്കും ഈ പ്രകാശം പകരുന്നു. അതിൻ്റെ പ്രതിജ്ഞയാണ് ഈ വിളക്ക് കൊളുത്തൽ. അതെവിടെ വിത്താകുന്നത്? അതൊരു ഉത്തരവാദിത്വമാണ്. ആണോ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ഇതുപോലെയാണ് ഭാഗവതവും. പരീക്ഷത്തും അതുപോലെ പരീക്ഷത്തിന്റെ മുന്നിലുള്ള തക്ഷകനും മിത്തുകളല്ല. അത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മളാണ് പരീക്ഷത്ത്. എന്തിനാണ് നമ്മളെ പരീക്ഷത്ത് എന്ന് വിളിക്കുന്നത്? എപ്രകാരമാണോ പരീക്ഷത്ത് മഹാരാജാവ് തക്ഷകൻ എന്ന സർപ്പത്തെ നേരിടുന്നത്, കരുത്തോട് നേരിടുന്നത്, ഇതുപോലെ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെയും നമ്മൾ ഉറക്കെ പറയൂ, എങ്ങനെ നേരിടണം? ഉറക്കെ പറയൂ. കരിക്കോ കരുത്തോ? കരുത്തോടെ നേരിടണം. കരുത്തുള്ളവരായി മാറണം. 7 ദിവസം കൊണ്ട് നമ്മൾ കരുത്തുള്ളവരായി മാറും. അത് തന്നെ വലിയൊരു മാറ്റമല്ലേ? ആണോ അല്ലേ? മരണത്തിന്റെ മുന്നിൽ പോലും മരണം എനിക്കൊരു പ്രശ്നമല്ല. തളരാതെ പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ, അങ്ങനെ ആർക്കൊക്കെ മരിക്കാൻ താല്പര്യമുണ്ട്? മരിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് പറയുകയാണ്. അങ്ങനെ മരിക്കണം. ഞാൻ മരണത്തിന്റെ മുന്നിൽ പോലും തളരരുത്. ഏതൊരു പ്രശ്നത്തിന്റെ മുന്നിൽ പോലും ഞാൻ തളരരുത്. നേരത്തെ കുട്ടികളെയൊക്കെ അഭിമുഖീകരിക്കുന്നതിൻ്റെ പെൺകുട്ടിയുടെ പാവാടയുടെ മുകളിൽ ചിത്രം വരച്ച കഥകളൊക്കെ ഞാൻ പറയുണ്ടായി. അങ്ങനെയുള്ള എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിൽ ചൂടിപ്പോകുന്ന, ഉൾവലിഞ്ഞു പോകുന്ന, തളർന്നു പോകുന്ന കുട്ടികളല്ല നമ്മുടെ കുട്ടികളാകുന്നത്. അങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് അവനോട് പറയാൻ സാധിക്കണം, എനിക്കൊരു അമ്മയാവാൻ സാധിക്കും, നിനക്കതാവാൻ പറ്റില്ല. എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ലോ, നിനക്കതിന് സാധിക്കില്ല. മുഖത്ത് നോക്കി പറയാനുള്ള കരുത്തുള്ള, ഊർജമുള്ള വേണോ? വേണോ വേണ്ടേ? വേണോ വേണ്ടയോ? ഇങ്ങനെയുള്ള ഒരു കഥകളാണ് ഭാഗവതത്തിലോ കുന്തി ദേവിയുടെയും പാഞ്ചാലിയുടെയും അനവധി. നാളെ മുതൽ നമ്മളതാണ് കേൾക്കാൻ പോകുന്നത്. തളർന്നവരുടെ ചരിത്രമല്ല. അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പോലും പ്രചോദനം കൊടുത്തുകൊണ്ട്, അവരെ നയിച്ചുകൊണ്ട് അമ്മമാർ മാറണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ മാറണം. ഒരിക്കലും ജീവിതത്തിൽ അവശനായി, പരവശനായി, പരാതിക്കാരായി, പരിഭവക്കാരായി, പ്രശ്നക്കാരായി തളരുന്നത്. തളരാനുള്ളവർക്കുള്ളതല്ല ഭാഗവതം. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് നാളെ മുതൽ ആരംഭിക്കാം. കാലത്ത് 6 മണിക്കാണ് നമ്മൾ ആരംഭിക്കുന്നത്. 6 മണിക്ക് എല്ലാവർക്കും വരാൻ പറ്റുമോ? വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ നമ്മൾ ആരംഭിക്കും. കരുത്തെന്ന് പറയുന്നത് വെറും വാക്കുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. മനസ്സിന് പരിശീലനം വേണം. മനസ്സിനെ ദുർബലമാക്കുന്നതും ചിന്തകളാണ്. മനസ്സിനെ കരുത്തുള്ളതാക്കുന്നതും ചിന്തകളാണ്. മനസ്സാണ് തളർത്തുന്നതും മനസ്സാണ് ഉയർത്തുന്നതും. എന്തിനാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ, എപ്രകാരമാണോ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും ഈ പറയുന്നതൊക്കെ. ഞാൻ എളുപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. വീട്ടിലൊരു കള്ളൻ കയറിയാൽ ആ കള്ളൻ വീട്ടിൽ നിന്ന് പോയാലും കള്ളൻ്റെ ശരീരത്തിലൊരു സ്മെല്ല് അന്തരീക്ഷത്തിലുണ്ടാവും. ഉണ്ടാവുമോ? മനസ്സിലായില്ല? ഒരു കള്ളൻ വീട്ടിൽ കയറി മോഷണമൊക്കെ നടത്തി പോയാലും ആ കള്ളന്റെ ശരീരത്തിലെ ഒരു ഓർഡർ, സ്മെൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാവുമോ ഇല്ലയോ? അതുകൊണ്ടല്ലേ പോലീസ് നായ വന്ന് മണത്ത് പിടിക്കുന്നതൊക്കെ. ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവും. അപ്പൊ നോക്കൂ, കേവലം ശരീരത്തിന്റെ വാസന അന്തരീക്ഷത്തിൽ നിൽക്കുമെങ്കിൽ നമ്മൾ ഈ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക്, ഈ ചിന്തകൾക്ക്, ശബ്ദത്തിന് ശക്തി ഉണ്ടാവുകയും. ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സൗണ്ട് ഈസ് എൻ എനർജി. യു കാൻ ഡിനൈ ഇറ്റ്. നമ്മൾ കോൺസ്റ്റന്റ്ലി ചില മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് അങ്ങനെയാണ് മൈൻഡ് കരുത്തുള്ളതായിട്ട് മാറുന്നത്.
ഒരു മോട്ടോർ വൈൻഡിങ്ങിൽ എത്രമാത്രം നിങ്ങൾ കോപ്പർ കേബിളിട്ട് അതിനെ വൈൻഡ് ചെയ്യുന്നുണ്ടോ അത്രയും അതിൻ്റെ ഹോൾസ് പവർ, അതിൻ്റെ HP ഒക്കെ പറയുന്നത് കൂടും. ഇതുപോലെ നമ്മൾ വിഷ്ണു സഹസ്രനാമം ഒരു 7 ദിവസം ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മൈൻഡിൻ്റെ പവർ കൂടി 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 വരും. നമ്മുടെ ഹിന്ദുക്കൾക്ക് പറ്റിയതെന്തായാലും സംസ്കാരം എന്നുള്ള വാക്കറിയാം, സംസ്കരിച്ചെടുക്കാനുള്ള കഴിവില്ല. മനസ്സിനെ സംസ്കരിച്ചെടുക്കണം. എന്താണ് സംസ്കരിച്ചെടുക്കുക? പണ്ട് കാലത്ത് നിങ്ങൾ അരി കഴുകുന്ന ഒരു സംസ്കരിക്കലാണ് എന്ന് പറഞ്ഞാൽ അതിലുള്ള അഴുക്ക്, അതിലുള്ള കല്ല് നീക്കി അതിലെ ശുദ്ധമായ അരി അല്ലേ? ആണോ അല്ലയോ? നിങ്ങളൊക്കെ കണ്ടു കാണും പഴയ കാലത്ത് ഈ ജ്വല്ലറിയുടെ മുന്നിൽ തമിഴ്നാട്ടുകാരൊക്കെ വന്ന്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് എന്ത് ചെയ്യവര് ആ മണ്ണ് മുഴുവൻ എടുക്കുവർ. അപ്പം എത്രയോ മണ്ണ് കൂട്ടിയെടുത്ത് ആ മണ്ണ് അരിച്ചെടുത്ത് അതിനകത്ത് കുറച്ച് സ്വർണത്തിൻ്റെ ആവശ്യം അവർക്ക് കിട്ടൂല്ലയോ? അതുകൊണ്ടാണ് അവരങ്ങേക്ക് പോകുന്നത്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു അരിക്കൽ വേണം, അതാണ് സംസ്കരിക്കൽ. അതെന്താണ് നമുക്ക് അരിച്ചു കളയേണ്ടത്? നമ്മളിൽ കുറേ ദുർബലതകളുണ്ട്. ഉണ്ടോ? ഭയം ഉണ്ടോ ഇല്ലയോ? വിഷമങ്ങൾ ഉണ്ടോ ഇല്ലയോ? പ്രയാസങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ ഈ തരത്തിലുള്ള ദുർബല ചിന്തകളാകുന്ന മണ്ണിനെ അരിച്ചെടുത്ത് മാറ്റി അതിനുള്ളിൽ നിന്നും കരുത്തിനെ ഉണർത്തി 7 ദിവസം കൊണ്ട് നിങ്ങൾ മാറ്റം വരും. പഴയ കാലത്തൊക്കെ ഈ പത്രത്തിൽ ഒരു പരസ്യം കാണാറ്, ഇപ്പം അത് നേരെ വിപരീതമാണ്. ജീവൻ ടോൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലേ? പഴയ കാലത്തുള്ള പത്രങ്ങൾ ജീവൻ ടോൺ കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതുപോലെയാണ് 7 ദിവസം സപ്താഹം കേൾക്കുന്നതിന് മുമ്പും കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഒരു 7 ദിവസം കൊണ്ട് ഈ പുറത്തുള്ള മസിലല്ല, അത് ഞാൻ കാണിച്ചതിന്റെ കാര്യം എനിക്കറിയാം. 7 ദിവസം കൊണ്ട് പുറത്തുള്ള മസിലല്ല, എവിടെ? ഉൾക്കരുത്ത്, ഉൾശക്തി. ഇതിനെ പറയാം ആത്മബലം, ആത്മശക്തി, ആത്മജ്ഞാനം. ഇത് നേരിടണം. അങ്ങനെ ഒരു 7 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ള അമൂല്യമായ അമൃതമാണ് ശ്രീമദ് ഭാഗവതം. സമയത്തിൻ്റെ ഏറെ കുറവുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം എന്നോട് പറഞ്ഞത് കഴിഞ്ഞ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. പാവം കുറേ കുട്ടികൾ ഡ്രസ്സൊക്കെ ചെയ്ത് കാത്തിരിക്കുകയായിരിക്കും. അവരുടെ കൂടി സമയം ഞാൻ അപഹരിക്കുന്നത് ശരിയല്ല. നാളെ കൃത്യം 6 മണിക്ക് നമ്മൾ ആരംഭിക്കും. നിങ്ങളെല്ലാവരും വിഷ്ണു സഹസ്രനാമം ചൊല്ലാനായി നേരത്തെ എത്തിച്ചേരുക. നിങ്ങൾക്കാണെങ്കിൽ ഒരു വിഷമവും വേണ്ട. വീട്ടിലൊന്നിനെക്കുറിച്ചും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. ഉച്ചയ്ക്കത്തെ പ്രസാദം ഇവിടെ റെഡിയാണ്. വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട്. വൈകുന്നേരവും ഇവിടെ വടയാണോ അടയാണോ എനിക്കറിയില്ല, തയ്യാറാക്കിയിട്ടുണ്ട്. രാത്രിയും ഭക്ഷണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി പിന്നെ എന്താ വേണ്ട? അപ്പം നിങ്ങൾ എനിക്ക് പായയും തലേനയും കൂടി കിട്ടുമെന്ന് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒരു 7 ദിവസം കൊണ്ട് നമ്മളെ ഇങ്ങനെ മാറ്റിയെടുക്കാം. വേണം. അതുകൊണ്ട് എല്ലാവരും കാലത്ത് 6 മണിക്ക് എത്തിച്ചേരുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഓങ്കാരം ചൊല്ലിക്കൊണ്ട് ധ്യാനം ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവരണം. കാരണം കുട്ടികളെയൊക്കെ നിങ്ങൾ ഒരു 7 ദിവസം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കഴിവില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. കഴിവുള്ളവരാവും, കരുത്തുള്ളവരാവും, നാളത്തെ ലോകത്തെ നയിക്കുന്നവരായി അവർ മാറും. നമുക്കങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. എണ്ണം കുറേ കൂട്ടുകയല്ല, മറ്റു മതങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനല്ല, വണ്ണമുള്ളവരെ സൃഷ്ടിക്കുന്നവരാണ്. കരുത്തുള്ള, ഊർജ്ജമുള്ള ഒരു ശങ്കരാചാര്യ സ്വാമികൾ മതി, ഒരു വിവേകാനന്ദ സ്വാമികൾ മതി, ഒരു നാരായണ ഗുരുദേവൻ മതി. നാളേത് നിങ്ങളുടെ കുട്ടികളിലൂടെയും ഈ ലോകത്തിൽ വിളിച്ചു നടക്കുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെ വാർത്തെടുക്കുക, അത് മതി നമുക്ക്. അതുള്ളിടത്തോളം കാലം ഒരു സമൂഹത്തിനും ആരും നശിപ്പിക്കാൻ പറ്റില്ല. സ്വാമി വിവേകാനന്ദജി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്
ഹിന്ദു സംസ്കൃതി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, ഒരു കൂട്ടം മാനുകൾക്കിടയിലുള്ള സിംഹമാണ് ഹിന്ദു മതം. അതാണ് നോക്കുന്നത്. മാനുകൾ അവിടെ ഉണ്ടായിക്കൊള്ളെ, പക്ഷെ സിംഹം അങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഒരു മാനും അവിടെ ഉണ്ടാകില്ല. അങ്ങനെയുള്ള കരുത്തുള്ള സിംഹങ്ങളെ വാർത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പാർലമെന്റിന്റെ മുന്നിൽ 4 തലയുള്ള സിംഹങ്ങളെ സൃഷ്ടിച്ചത്. മനസ്സിലായില്ലേ? അശോക സ്തംഭത്തിന്റെ 4 തലയുള്ള സിംഹങ്ങൾ, 4 ദിക്കിലേക്കും തല ഉയർത്തി നിൽക്കുന്ന സിംഹങ്ങളെ സൃഷ്ടിക്കുന്ന ഭാഗവത സപ്താഹമായി മാറ്റണം നമുക്ക് ഈ സപ്താഹം. അതിന് സാധിക്കട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. കാലത്ത് 6 മണിക്ക് നമുക്ക് ഒന്നിച്ചു കൂടാം. എല്ലാവരും കുട്ടികളെ കൊണ്ടുവരണം. അനുഗ്രഹീതമാവണം ജീവിതം, ധന്യമാവട്ടെ ജീവിതം. സുബ്രഹ്മണ്യ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രണാമം.